السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هنالك الولاية لله الحق، هو خير ثوابا وخير عقبا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടതായ ചില കഥകളും ചരിത്ര സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രബോധനവുമായി വന്ന സമയത്ത് മക്ക മുശ്രിക്കുകൾ വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവക്കാരായിരുന്നു. പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ചിലർ അധികാരത്തിൽ മതിമറന്ന് കഴിഞ്ഞിരുന്നവർ, ചിലർ കുടുംബ മഹിമയിൽ മതിമറന്ന് കഴിഞ്ഞിരുന്നവർ, ചിലർ സമ്പത്തിൽ മതിമറന്ന് കഴിഞ്ഞിരുന്നവർ, ചിലർ സൗന്ദര്യത്തിൽ മതിമറന്ന് കഴിഞ്ഞിരുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പ്രധാനമായും രണ്ട് സ്വഭാവം മക്ക മുശ്രിക്കുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന സമയത്ത് നബിതങ്ങളെ വിശ്വസിക്കുകയും തങ്ങളുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തത് അധികവും പാവത്തുങ്ങളായ സഹാബാക്കളാണ്. ബലഹീനരായ, പാവങ്ങളായ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിൽ വളരെ പാവപ്പെട്ട സഹാബാക്കളായിരുന്നു അധികവും തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിരുന്നത്. അപ്പോൾ മറുഭാഗത്ത് സമ്പന്നരായ, സ്ഥാനമാനങ്ങളുള്ള, വലിയ അധികാരങ്ങളുള്ള ആളുകൾ, കുടുംബ മഹിമയുള്ള ആളുകൾ മറുഭാഗത്തുണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാക്കളെയും കളിയാക്കും. വെറും നിസാരരായ, ഒന്നുമില്ലാത്ത പാവങ്ങളായ ആളുകളാണ് നബിതങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നത്. അപ്പൊ ഈ ഒരു സ്ഥാനവും മഹത്വവും ഇല്ലാത്തതായ നിസാരരായ ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല. പാവങ്ങളുടെ കൂട്ടത്തിൽ, ഈ നിസാരരായ ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ഞങ്ങളുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. മുഹമ്മദിന്റെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുന്നവരൊക്കെ നിസാരക്കാരായ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും എങ്ങനെ വന്നിരിക്കും എന്ന ഇതായിരുന്നു അവരുടെ ഒരു ന്യായം. എന്നിട്ട് അവർ പറയുമായിരുന്നു, അഥവാ ഞങ്ങൾ മുഹമ്മദിന്റെ അടുക്കൽ വരണമെങ്കിൽ, മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള പാവങ്ങളെയൊക്കെ അങ്ങ് മാറ്റിത്തരണം, അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി, ഞങ്ങൾക്ക് വേണ്ടി സദസ്സ് ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ വന്നിരുന്ന് കേൾക്കാം. അല്ലാതെ ഇവരോടൊപ്പം, ഈ നിസാരരായ ആളുകളോടൊപ്പം വന്നിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ച് മാറി നിൽക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു കാഴ്ചപ്പാട്. മറ്റൊരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, മഹത്വങ്ങളുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് കൂട്ടത്തിൽ കൂടിയതായ ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണം പോലുമില്ല, ഉടുക്കാൻ വസ്ത്രം പോലുമില്ല. എന്നിട്ട് പറയുന്നു, അവർ സത്യത്തിലാണ്, ഞങ്ങൾ ബാത്തിലാണ്, അവർ ഹക്കിലാണ്, ഞങ്ങൾ ബാത്തിലാണ്. ഇതെങ്ങനെ ശരിയാകും? ഞങ്ങൾ ബാത്തിലായിരുന്നുവെങ്കിൽ, ഞങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ സമ്പത്തൊക്കെ അള്ളാഹു തരുമോ? ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ തരുമോ? നിങ്ങൾക്ക് അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇങ്ങനെ നിങ്ങളെ കഷ്ടപ്പെടുത്തുമോ? ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ?
ഇങ്ങനെ നിങ്ങളെ പ്രയാസപ്പെടുത്തുമോ? എന്തായിരുന്നു? അവരുടെ കയ്യിലുള്ള സമ്പത്തും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സ്വീകാര്യരാണ്, അവർ ഹക്കിലാണ് എന്നതിന് തെളിവായിട്ട് അവർ കാണുമായിരുന്നു. ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, നല്ല സ്ഥാനമാനങ്ങൾ, സൗകര്യങ്ങളുണ്ട്, അതിൻ്റെ അർത്ഥം ഞങ്ങൾ ശരിയായ മാർഗത്തിലാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കുമോ? കൊടുക്കൂലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത, ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാൻ നടക്കുന്ന ഒരാൾക്ക് അവന് വാരിക്കോരി സമ്പത്ത് കൊടുക്കുമോ? ഇല്ല. അപ്പൊ ഞങ്ങൾ ബാത്തിലായിരിക്കും അള്ളാഹു നമുക്ക് സമ്പത്ത് തരുമോ? ഇല്ല. അപ്പൊ നമുക്ക് സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ട്, അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ഞങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങൾ ഏതൊരു വിശ്വാസത്തിലാണോ ഉള്ളത് അത് സത്യമാണ്. നിങ്ങൾ ഏതൊരു വിശ്വാസത്തിലാണോ ഉള്ളത് അതാണ് ബാത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാൻ വസ്ത്രം കിട്ടാത്തത്, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടാത്തത്, നിങ്ങൾക്ക് അടി ഇടിയും ബുദ്ധിമുട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സഹാബാക്കളെ മാറ്റി നിർത്തുമായിരുന്നു. അപ്പോൾ സമ്പത്തിനെ അവർ സത്യത്തിന് തെളിവായി മനസ്സിലാക്കിയിരുന്നു. സഹാബാക്കളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ അവർ ബാത്തിലാണ്, അവർ തെറ്റിലാണ് എന്നതിന് തെളിവായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തെറ്റിലാണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരു കഥ പറഞ്ഞു. ഈ കഥ കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയൊന്നുമല്ല, നിങ്ങൾ ബാത്തിലാണ്, ആ പാവക്തങ്ങളായ സഹാബാക്കൾ അവരാണ് ഹക്കല് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. സൂറത്തുൽ കഹഫിൽ തന്നെ അസ്ഹാബുൽ കഹഫിന്റെ ഗുഹാവാസികളുടെ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു കഥ പറയുന്നു. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്രിബ് ലഹും മസലർ റജുലൈൻ, വദ്രിബ് ലഹും മസലർ റജുലൈൻ. അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ അവർക്ക് രണ്ട് ആളുകളെ കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കുക. രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കഥയുമായി ബന്ധപ്പെട്ട് തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ പലതരത്തിലുള്ള റിവായത്തുകൾ വരുന്നുണ്ട്. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ചില റിവായത്തുകൾ വരുന്നുണ്ട് അവർ രണ്ട് കൂട്ടുകാർ മാത്രമാണ്. വേറൊരു റിവായത്തിൽ വരുന്നുണ്ട് ഒരു വാപ്പായുടെ രണ്ട് മക്കളായിരുന്നു, ഒരാൾ നല്ലവനും ഒരാൾ ചീത്തയുമായിരുന്നു. വാപ്പ മരണപ്പെട്ടപ്പോൾ വാപ്പായുടെ ഓഹരിയായിട്ട് രണ്ടുപേർക്കും 4000 ദീനാർ വെച്ച് കിട്ടി. 4000 ദീനാർ വെച്ച് കിട്ടി. അതിലൊരാള് 1000 ദീനാർ കൊടുത്ത് തോട്ടം വാങ്ങി, 1000 ദീനാർ കൊടുത്ത് കുറെ അടിമകളെ വാങ്ങി, 1000 ദീനാർ കൊടുത്ത് വലിയ വീട് വാങ്ങിച്ചു, 1000 ദീനാർ കൊടുത്ത് കുറെ ജോലിക്കാരെ വാങ്ങിച്ചു. ഇങ്ങനെ ഫുൾ വലിയ റിച്ച് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. മറ്റേ ആള് 4000 ദീനാറും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു, പാവത്തിങ്ങളെ സഹായിച്ചു. അങ്ങനെ അവനൊരു പാവപ്പെട്ടവനായി ജീവിക്കാൻ തുടങ്ങി. മറ്റേ ആള് ഭയങ്കര പണക്കാരനായിട്ട് ജീവിച്ചു. അങ്ങനെ ഒരിക്കൽ ഈ സഹോദരന്, പാവപ്പെട്ട സഹോദരന് ഒരല്പം കാശിന് ആവശ്യം വന്നു. തന്റെ സഹോദരന് നല്ല കാശുണ്ടല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വന്നു പോയി അവൻ്റെ അടുത്ത് ചോദിച്ചു, കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്, കടം തരണമെന്ന് പറഞ്ഞു. അവൻ ഭയങ്കര അഹങ്കാരം കാണിച്ച് ഭയങ്കര ഹാഹിഹോ ഒക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കഥയിൽ പറയാൻ പോകുന്നത്. വേറെ ചില റിവായത്തുകൾ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഒരാൾക്ക് ഭയങ്കര കാശുണ്ടായിരുന്നു, ഒരാൾ പാവപ്പെട്ടവനായിരുന്നു. അവൻ കാശ് കൊണ്ട് ഭയങ്കരമായിട്ട് അഹങ്കരിക്കുമായിരുന്നു. ഈ സഹോദരൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന പാവമായിരുന്നു. അവൻ എപ്പോഴും ഇവനെ ഉപദേശിക്കുമായിരുന്നു, നീ ഇങ്ങനെ ഒന്നും ജീവിക്കരുത്, അള്ളാഹുവിനനുസരിച്ച് ജീവിക്ക്, നല്ല നന്മകൾ ചെയ്ത് ജീവിക്ക്, ഇതൊന്നുമല്ല യാഥാർത്ഥ്യം, മരണത്തിന് ശേഷം വരാൻ പോകുന്ന ജീവിതമാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കുമായിരുന്നു. ഈ ഉപദേശമൊന്നും അവനക്ക് ഇഷ്ടപ്പെടൂലായിരുന്നു. പിന്നെ നമുക്ക് കഥയിലേക്ക് പോവാം. വദ്രിബ് ലഹും മസലർ റജുലൈൻ, രണ്ടുപേരെ കുറിച്ചുള്ള കഥ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ, അവനക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിലൊരാൾക്ക് ഞാൻ 2 തോട്ടങ്ങൾ കൊടുത്തു. എത്രയാണ്? 2 തോട്ടങ്ങൾ. 2 തോട്ടവും നിസാരമായ തോട്ടമല്ല. മിൻ അനാബിൻ, 2 തോട്ടം എന്താണ്? മുന്തിരിയുടെ 2 തോട്ടം കൊടുത്തു. മുന്തിരിത്തോട്ടം, വെറും മുന്തിരിത്തോട്ടം മാത്രമല്ല, വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, നടുക്കിങ്ങനെ മുന്തിരിത്തോട്ടം, അതിന്റെ 4 ചുറ്റും ഇങ്ങനെ ഈത്തപ്പന മരങ്ങൾ, ഈത്തപ്പനയുടെ തോട്ടം. അപ്പൊ ചുറ്റും ഈത്തപ്പന മരം, അതിന്റെ നടുക്ക് മുന്തിരിത്തോട്ടം. വജഅൽനാ ബൈനഹുമാ സറഅ, മാത്രമല്ല ആ മുന്തിരിയുടെ ആ തോട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലം പോലും വേസ്റ്റാക്കാത്ത രീതിയിൽ കൃഷിയും. ഈത്തപ്പനത്തോട്ടം, മുന്തിരിത്തോട്ടം, അതിന്റെ ഇടയ്ക്ക് ഫുള്ളും. ഈത്തപ്പനയാകുമ്പോഴത്തേക്കും കുറെ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു മരം കഴിഞ്ഞിട്ട് അടുത്ത മരം കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പൊ ആ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലെല്ലാം കൃഷി, പച്ചക്കറിയും അതുപോലുള്ള സാധനങ്ങൾ കൃഷി. മാത്രമോ കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ, 2 തോട്ടവും ഒരുപോലെ കായ്ക്കുന്നതാണ്. ഒരാളുടെ വീട്ടിൽ 2 മരം ഉണ്ടാവും, 2 മരവും ഒരുപോലെ കായ്ക്കുന്നത് സ്വാഭാവികമാണ്.
ഒന്ന് കുറച്ച് കായ്ക്കും, ഒന്ന് നല്ല കായ്ക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല, 2 തോട്ടവും നന്നായി കായ്ക്കുന്നതാണ്. ഒലം തല്ലും മിൻഹു ഷൈഅ, ഒരു മരം പോലും അതിന്റെ കായ്കനികൾ കുറയ്ക്കൂല. എല്ലാം കൃത്യമായിട്ട് നന്നായി കായ്ക്കുന്ന മരങ്ങളാണ് 2 തോട്ടത്തിലുമുള്ളത്. വജഅൽനാ ബൈനഹുമാ സറഅ, മാത്രമല്ല ഈ തോട്ടങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടി അരുവികളുമുണ്ട്. ആ തോട്ടത്തിന് ആവശ്യമായ വെള്ളം കിട്ടുന്നതിന് വേണ്ടി അതിനകത്തുകൂടി അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട്. നോക്കി, അപ്പൊ എന്ത് സുന്ദരമായ ഒരു ചിത്രമായിരിക്കും. 2 തോട്ടങ്ങൾ, 2 തോട്ടവും നിറച്ച് കായ്ക്കുന്നു. നടുക്ക് മുന്തിരിത്തോട്ടം, ചുറ്റും ഈത്തപ്പനത്തോട്ടം, അതിനകത്ത് ഫുള്ള് കൃഷി, അതിനകത്തൂടെ വെള്ളം ഒഴുകുന്നു. എത്ര സുന്ദരമായിരിക്കും, എത്ര ഫലഭൂയിഷ്ടമായിരിക്കും, എത്ര കായ്ക്കുന്നതായിരിക്കും. ഇങ്ങനെ നല്ല കൃഷിയായിട്ട് അവന് കിട്ടുന്നു. ഇത് മാത്രമല്ല, വകാന ലഹു സമർ, അവന്റെ വരുമാനം ഇത് മാത്രമല്ല, വേറെയും ധാരാളം സമ്പത്ത് അവനക്കുണ്ട്. വരുമാനത്തിന്റെ വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കൃഷിയിൽ നിന്ന് മാത്രമല്ല അവനക്ക് സമ്പത്ത്, വേറെയും കൃഷിയിൽ നിന്ന് കിട്ടുന്ന കാശുകൾ പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മാസം മാസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. വകാന ലഹു സമർ, ഇത് മാത്രമല്ല വേറെയും ധാരാളം സമ്പത്ത് അവനക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എത്ര സമ്പത്ത് ഉണ്ടാവും? ഇത്രയും സമ്പത്ത് വെച്ചിട്ട് അവൻ അഹങ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്റെ സഹോദരൻ, പാവപ്പെട്ടവനായ സഹോദരൻ വന്നിട്ട് ഇവനെ ഉപദേശിക്കാൻ തുടങ്ങി. ഈ ഉപദേശിച്ചപ്പോൾ ഇവൻ തിരിച്ച് ആ സത്യവിശ്വാസിയായ സഹോദരന് മറുപടി കൊടുക്കുന്ന ചിത്രം അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഫഖാല ലിസാഹിബിഹി വഹുവ യുഹാവിറുഹു, അവൻ അവന്റെ കൂട്ടുകാരനോട് തർക്കിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ. നോക്കി, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ, ഞാൻ നിന്നെക്കാളും സമ്പത്തുള്ള മനുഷ്യനാണ്. വ അഅസ്സു നഫറാ, നിന്നെക്കാളും കൂടുതൽ ആളുകളുള്ള മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്. പണക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവന്റെ കൂട്ടത്തിൽ കൂടാനും ആളുകളുണ്ടാവും. പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് അനുയായികളുണ്ട്, എന്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. നിന്റെ കൂട്ടത്തിൽ ആരുണ്ട്? ചോദിക്കാനും പറയാനും നിനക്ക് ആരുമില്ല. എനിക്ക് ആവശ്യത്തിന് സമ്പത്തുമുണ്ട്, ആവശ്യത്തിന് ചോദിക്കാനും പറയാനും ആളുമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ സഹോദരനോട് ഫഖ്ർ നടിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു ദിവസം തന്റെ ഈ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം അവൻ തോട്ടത്തിലേക്ക് കയറി, തോട്ടമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അള്ളാഹു പറയുന്നുണ്ട്, അവൻ അവന്റെ തോട്ടത്തിലേക്ക് ഒരു ദിവസം പ്രവേശിച്ചു. എങ്ങനെയാണ് പ്രവേശിച്ചത്? തന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് പ്രവേശിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കരിച്ചുകൊണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, എന്റെ മിടുക്ക് കൊണ്ട് നേടിയതാണ് എന്ന അഹങ്കാരത്തോടു കൂടി അവൻ തോട്ടത്തിൽ കയറി. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അത് കാണുമ്പോൾ എന്ത് ചെയ്യണം? മാഷാ അല്ലാഹ് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ എന്റെ മിടുക്കൊന്നും അല്ല. എന്നെക്കാളും മിടുക്കുള്ള എത്രയോ ആളുകൾ പട്ടിണിയായിട്ട് കഴിയുന്നുണ്ട്. എത്രയോ വലിയ ഡിഗ്രി ഉള്ള ആളുകൾ ജോലി ഇല്ലാതെ കഴിയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ അള്ളാഹു തന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കാതെ അഹങ്കാരത്തോടു കൂടി അവൻ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ എന്റെ കൂട്ടുകാരനോട് വലിയ ഹുങ്ക് നടിച്ച് പറയാൻ തുടങ്ങി, ഇതൊക്കെ നശിച്ചു പോകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതൊന്നും ഒരിക്കലും അങ്ങനെ നശിച്ചു പോകത്തൊന്നുമില്ല, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകത്തൊന്നും, ഇല്ലാതായി പോകത്തൊന്നുമില്ല. ഇതെന്നും ഇങ്ങനെ എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ അഹങ്കരിച്ച് പറയാൻ തുടങ്ങി. ഖിയാമത്ത് നാളെ സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ വിശ്വാസിയല്ലായിരുന്നു. ഇതൊക്കെ നശിച്ചു പോകും, ലോകമെല്ലാം നശിക്കും, ഖിയാമത്ത് നാൾ ഉണ്ടാകും, ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ സഹോദരൻ അവനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, ഇങ്ങനൊന്നും നീ നടക്കരുത്, നീ നന്നാവും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം, ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയാൻ, ഇതൊന്നും അങ്ങനെ ഒരിക്കലും നശിച്ചു പോകൂല, ഖിയാമത്ത് എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവൂല. അഹങ്കാരം. എന്നിട്ട് പറഞ്ഞു, ഇനി അഥവാ നീ പറയുന്നത് പോലെ ഖിയാമത്ത് നാൾ ഉണ്ടായി, ലോകമൊക്കെ നശിച്ച് പരലോകം ഉണ്ടായാലോ ആഖിറത്തിലും എനിക്ക് ഭയങ്കര സ്ഥാനമായിരിക്കും. ഇവിടെ അള്ളാഹു സമ്പത്ത് എനിക്ക് നൽകിയത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അതേ ഇഷ്ടം ആഖിറത്തിലും ഉണ്ടാവും. അപ്പൊ ആഖിറത്തിലും എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടും. നീ പറയുന്നത് പോലെ ഖിയാമത്ത് നാൾ ഉണ്ടായാൽ തന്നെ എന്ത് സംഭവിക്കും? ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു അവിടെയും എനിക്ക് ഫുള്ള് സ്ഥാനമാനങ്ങൾ തരും. കാരണം എന്താ? അള്ളാഹുവിന് എന്നോട് ഇഷ്ടം. അള്ളാഹു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ദുനിയാവിൽ എനിക്ക് ഇത്രയും സമ്പത്ത് തന്നത്. ആ അള്ളാഹു എനിക്ക് ആഖിറത്തിലും തരും. അതുകൊണ്ട് നോ ടെൻഷൻ, എനിക്ക് ഒരു പേടിയില്ല.
അഥവാ എന്നെ അള്ളാഹുലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ, അഥവാ പരലോകം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും എനിക്ക് ഏറ്റവും നല്ല സ്ഥാനമായിരിക്കും, വലിയ മഹത്വമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റ്, എനിക്ക് സമ്പത്തുള്ളത് അള്ളാഹു എന്നോട് ഇഷ്ടമുള്ളതിന് തെളിവാണ്. നിങ്ങൾക്ക് സമ്പത്തില്ലാതെ, സഹാബാക്കൾക്ക് സമ്പത്തില്ലാത്തത് അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതിന് തെളിവാണ്. നിങ്ങൾ ബാത്തിലാണ്, ഞങ്ങൾ ഹക്കിലാണ്. ഇനി അഥവാ നിങ്ങൾ പറയുന്നത് പോലെ ആഖിറ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സമ്പത്തുള്ളത് പോലെ തന്നെ അവിടെയും നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ ചിന്ത. അവർക്ക് അതുപോലെ അതേ നാണയത്തിൽ അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാൾ പണ്ടുണ്ടായിരുന്നു. നിങ്ങളെ ഉപദേശിച്ചതുപോലെ, സഹാബാക്കൾ ഉപദേശിച്ചതുപോലെ ഉപദേശിച്ച ഒരു കൂട്ട സുഹൃത്ത് പണ്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ചിത്രം ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈ സഹോദരൻ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞപ്പോൾ സുഹൃത്തായ സഹോദരൻ തിരിച്ചു പറഞ്ഞു, ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാദിറു, അവനോട് തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, നിന്നെ മണ്ണിൽ നിന്നും പിന്നെ ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചിട്ട് നിന്നെ ഒരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തിയ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ? നിന്നെ അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതല്ലേ? നിസാരനായിരുന്നു നീ, ഒന്നുമല്ലായിരുന്നു, നിന്നെ അള്ളാഹു സൃഷ്ടിച്ചു. നിസാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ നിന്നെ സൃഷ്ടിച്ചത്? എന്നിട്ട് നിനക്ക് സുന്ദരമായ രൂപവും എല്ലാം നൽകി നിന്നെ ശരിയാക്കിയപ്പോൾ നീ അഹങ്കരിക്കുകയാണോ? ആ അള്ളാഹുവിനെയാണോ നീ നിഷേധിക്കുന്നത്? ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ, ഞാൻ അള്ളാഹുവിനെ അള്ളാഹുവായി ഇലാഹായി അംഗീകരിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കുകയില്ല. നീ എന്ത് വേണോ ചെയ്തോ, നിന്റെ ഇഷ്ടം, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിന്റെ മാർഗത്തിലേക്ക് വരികയില്ല, നിന്റെ കാഴ്ചപ്പാടിലേക്ക് വരികയില്ല. എന്നിട്ട് വീണ്ടും ഒരു ഉപദേശം കൊണ്ട് നൽകി, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഇതിൻ്റെയൊക്കെ സൗന്ദര്യവും ഇതിൻ്റെയൊക്കെ ഇത് നന്നായി കാഴ്ച നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് മാഷാ അല്ലാഹ് പറയാത്തത് എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയാത്തത് എന്താ? അതല്ലേ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്? ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്, അള്ളാഹുലേക്ക് തന്നെ ഇതൊക്കെ വിട്ടുകൊടുക്കണ്ടേ? നമ്മൾ കൗതുകകരമായ കാര്യങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് പറയണം. മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം നമ്മൾ കിട്ടുന്നെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നന്മകൾ ചെയ്യാനുള്ള കഴിവ്, തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ്, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ തറാവീഹ് നമസ്കരിച്ചു, 20 റക്അത്ത് പുറകിൽ നിന്ന് നമസ്കരിച്ചു, അത് എൻ്റെ കഴിവ് കൊണ്ടാണ് അല്ല. ഈ നന്മ ചെയ്യാനുള്ള ഭാഗ്യം തന്നത് അള്ളാഹുവാണ്. ഈ നന്മ ചെയ്യാനുള്ള ഭാഗ്യം തന്നത് അള്ളാഹുവാണ്. അള്ളാഹു കഴിവ് തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലായിരുന്നു, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നുവെങ്കിൽ അത് അള്ളാഹു കഴിവ് നൽകിയത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. അപ്പൊ ഇത് നമ്മൾ പതിവാക്കേണ്ട ഒരു അമലാണ്. കൗതുകകരമായ കാര്യങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് പറയണം. ഹദീസുകളിലൂടെ വരുന്നുണ്ട്, കണ്ണേറ് അൽഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. എന്തെങ്കിലും ഒരു കൗതുകകരമായ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടിട്ട് ഓ അടിപൊളിയാണല്ലോ, കൊള്ളാമല്ലോ, സൂപ്പറാണല്ലോ എന്ന് നമ്മളിങ്ങനെ പറയും. ഒരു പക്ഷെ അതിലൂടെ കണ്ണേറ് ബാധിക്കും, അത് നശിച്ചു പോകാൻ കാരണമായി തീരും. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത്ഭുതം കൂറുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും മാഷാ അല്ലാഹ് പറയണം. ഇത് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ പറയാവൂ. ഒരാൾ ഖുർആൻ ഓതുന്നത് കണ്ട് നല്ല സ്വരമാധുര്യത്തിൽ ഖുർആൻ ഓതുന്നു, അടിപൊളി ഖിറാത്താണല്ലോ, നല്ല ഓതലാണല്ലോ, സൂപ്പറാണല്ലോ, പോയി. ചിലപ്പോൾ അതോടുകൂടി ആ ശബ്ദമൊക്കെ നഷ്ടപ്പെടും. ഒരു കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നത് കൊണ്ട്, നല്ല മാർക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് അവൻ നല്ല പഠിത്തമാണല്ലോ, ചിലപ്പോൾ അതോടുകൂടി പോകും. നമ്മളുടെ കണ്ണേറായിരിക്കും ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് കണ്ണേർ സത്യമാണ്. അതുകൊണ്ട് നമ്മളുടെ നാവിനെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ആരെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും മാഷാ അല്ലാഹ് അത് പറഞ്ഞുകൊണ്ട് മാത്രമേ പറയാവൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും ആ സുഹൃത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വ വലദ, നീ ഇപ്പോൾ എന്നെ സമ്പത്ത് കുറഞ്ഞവനായിട്ട്, സന്താനങ്ങളില്ലാത്തവനായിട്ട്, നിസാരനായിട്ട് നീ കാണുന്നുണ്ടാവും. അസാ റബ്ബി ഫഅസാ റബ്ബി അയ്യുതിയനി ഖൈറൻ മിൻ ജന്നതിക, നിന്റെ ഈ തോട്ടത്തെക്കാളും വലിയ സൗകര്യങ്ങൾ അള്ളാഹു എനിക്ക് തന്നേക്കാം. നിങ്ങളിപ്പോ സഹാബാക്കളെ നിസാരരായിട്ട് കാണുന്നുണ്ടാകും, ഒന്നുമില്ലാത്തവരായിട്ട് കാണുന്നുണ്ടാകാം. ഒരു ദിവസം വരും അവർക്ക് ഇതിനേക്കാളും വലിയ സമ്പത്തും സൗകര്യങ്ങളും കിട്ടിയേക്കാം. അള്ളാഹു സൂചന കൊടുക്കുകയാണെന്ന്, മക്കാ മുശ്രിക്കുകൾക്ക് സൂചന കൊടുക്കുകയാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ സമ്പത്തിൽ അഹങ്കരിക്കേണ്ട, അവരുടെ ഇല്ലായ്മയെ നിങ്ങൾ അഹങ്കരിക്കേണ്ട. ഒരു ദിവസം വന്നേക്കാം നിങ്ങളെക്കാളും വലിയ സൗകര്യങ്ങൾ അവർക്ക് കിട്ടിയേക്കാം. എന്നിട്ട് നിങ്ങളുടെ അവസ്ഥയോ നിന്റെ ഈ തോട്ടത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ല ആപത്ത് വന്ന് ഭവിക്കുകയും ഇതൊക്കെ നശിച്ചു പോവുകയും ചെയ്തേക്കാം. ഇതൊന്നും വിദൂരമായ കാര്യമല്ല.
ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് നിനക്ക് ഇതൊക്കെയുണ്ട്, നാളെ ഇതില്ലാതാകാമല്ലോ. ഇന്നലെ എനിക്കില്ലായിരുന്നു, എനിക്കിന്നുണ്ടാകാമല്ലോ ഇതൊക്കെ. അപ്പൊ ഇതൊന്നും ആരുടെയും മിടുക്ക് കൊണ്ടുണ്ടാവുന്നതല്ല. അള്ളാഹു ആർക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഉള്ളതിൽ നീ അഹങ്കരിക്കരുത്. നിനക്കിന്നുണ്ട്, നാളെ ചിലപ്പം ഇല്ലാതായേക്കാം. എനിക്കിന്നില്ല, നാളെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് പൊന്നുമോനെ നീ അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞ് അവനെ ഉപദേശിച്ചു. നിന്റെ ഈ നദി, ഈ തോട്ടത്തിലൂടെ ഒഴുകുന്നതായ അരുവികൾ, നദികൾ, ആ വെള്ളമെല്ലാം ഒരു ദിവസം വറ്റിപ്പോയി. എവിടെ നിന്ന് നീ വെള്ളം കൊണ്ടുവരും? ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ. പിന്നെ എന്തിനു നീ അഹങ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് ചോദിച്ചു. അങ്ങനെ അവർ പിരിഞ്ഞു. അവൻ അവൻ്റെ വഴിക്ക് പോയി, ഇവൻ ഇവൻ്റെ വഴിക്ക് പോയി. അവൻ ആ അഹങ്കാരത്തിലും അഹന്തയിലും ഹുങ്കിലുമായിട്ട് തന്നെ നടന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരികയും ഇവൻ്റെ ഈ തോട്ടം മുഴുവനും നശിച്ചു പോവുകയും ചെയ്തു. അവൻ്റെ തോട്ടം മാത്രമല്ല, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ, എവിടെയൊക്കെ സമ്പത്തുണ്ടായിരുന്നോ, എന്തൊക്കെ വരുമാനങ്ങളുണ്ടായിരുന്നോ, ആ മുഴുവൻ വരുമാനങ്ങളും നശിച്ചുപോയി, മുഴുവൻ സമ്പത്ത് നശിച്ചുപോയി. അഹങ്കാരത്തിന്റെ ഫലം നാശമായിരിക്കും. ഇതൊന്നും നശിക്കുകയില്ല, ഇതൊന്നും ഇല്ലാതാവുകയില്ല, ഇതൊന്നും കാലാകാലം നിലനിൽക്കും, എൻ്റെ മിടുക്ക് കൊണ്ടുണ്ടാക്കിയത് ദേ കിടക്കുന്നു. മുഴുവനും നശിച്ചുപോയി ഒരു ദിവസം. فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. ഈ ചെലവഴിച്ചതും ഈ ഉണ്ടാക്കിയെടുത്തതുമായ എല്ലാം നശിച്ചു പോയത് കണ്ടിട്ട് അവനിങ്ങനെ കൈമലർത്താൻ തുടങ്ങി. എന്ത് ചെയ്യാൻ, എല്ലാം പോയല്ലോ, ഇതെന്ത് സംഭവിച്ചു. ഭയങ്കരമായിട്ട് വിഷമവും ടെൻഷനും ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഇങ്ങനെ കൈമലർത്തും. എന്ത് പറ്റിയാന്തോ എന്നാകെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാവും. വലിയ നഷ്ടം ഉണ്ടാവുമ്പോൾ അവനവന്റെ കൈയിനെ ഇങ്ങനെ മലർത്താൻ തുടങ്ങി. അലാമ അൻഫഖ ഫീഹ, ഈ ചെലവഴിച്ചതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കൈ മലർത്താൻ തുടങ്ങി. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ പോയി നോക്കുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു, തലകീഴായി മറിഞ്ഞു കിടക്കുന്നു, എല്ലാം പോയി, ഒന്നുമില്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു. ഇതെല്ലാം നേരിൽ കണ്ടപ്പോൾ പറയാൻ തുടങ്ങി, അള്ളാഹുവിനോട് ഞാൻ ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അഹങ്കാരം കാണിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ സമ്പത്തിൽ ഞാൻ അഹങ്കാരം കാണിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, സമ്പത്താണ് എല്ലാം എന്ന് വിചാരിച്ച് നടന്നു, അതൊന്നും വേണ്ടായിരുന്നല്ലോ, അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ എന്നോർത്ത് ഖേദിക്കാൻ തുടങ്ങി. ഖേദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തി കഴിഞ്ഞാൽ പിന്നെ വല്ല ഗുണമുണ്ടോ? കാരണം പിന്നെ ഇതെല്ലാം നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വിശ്വസിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാണാതെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു. ആഖിറത്ത് നമ്മൾ കാണുന്നില്ല, കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസത്തിന് അർത്ഥമില്ല. ഞാൻ ഈ അഹങ്കാരം കാണിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഖേദിക്കാൻ തുടങ്ങി. അങ്ങനെ ഖേദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവന് ഈ അപകടത്തിൽ നിന്ന്, ഈ ആപത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും കഴിഞ്ഞില്ല, അവന് സഹായിക്കാൻ ഒരു മനുഷ്യനും വന്നതുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് മറുപടി അള്ളാഹു ഇവിടെ പറയുന്നു, വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാ, അള്ളാഹുവിന്റെ ഈ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല. വമാ കാന മുൻതസിറ, അവന് സ്വന്തമായി രക്ഷപ്പെടാനും പറ്റിയില്ല. നശിച്ചു, എല്ലാം നശിച്ചു പോയി. അപ്പൊ ഇതാണ് മക്കാ കുഫാറുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാളെ ഇതുപോലെ നിങ്ങൾക്കും സംഭവിക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ അഹങ്കരിക്കുന്നു, സഹാബാക്കളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ കളിയാക്കുന്നു, നേരെ തിരിഞ്ഞേക്കാം. അതുപോലെ തന്നെ സംഭവിച്ചു. ഹിജ്റ ചെയ്ത് സഹാബാക്കൾ മദീനയിലേക്ക് പോയതിനു ശേഷം ബദർ മുതൽ പിന്നെ അങ്ങോട്ടേക്ക് യുദ്ധങ്ങൾക്ക് അടിയോടടിയായിരുന്നു. ബദർ, ഉഹദ്, ഖന്ദഖ്, അടിയോടടിയായിരുന്നു. പിന്നെ ഓരോ സമയത്ത് നബിതങ്ങളെ സഹാബാക്കളെയും കളിയാക്കിയതിനും കുറ്റപ്പെടുത്തിയതിനും നിസാരപ്പെടുത്തിയതിനുമുള്ള മറുപടി ഇങ്ങനെ തുടരെ വന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും നശിച്ചുപോയി. അവരുടെ അധികാരം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അവർ തന്നെ നശിച്ചില്ലാതായി. മറുഭാഗത്ത് സഹാബാക്കളോ ഉയർന്നു വന്നു, വളർന്നു വന്നു, ലോകത്തിന്റെ അധിക ഭാഗവും അടക്കി ഭരിക്കുന്ന രാജാക്കന്മാരായി, ഖലീഫമാരായി മാറി. പിന്നീട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവർ. ആ സഹോദരൻ പറഞ്ഞതുപോലെ, ഒരുപക്ഷെ ഇതൊക്കെ നിനക്ക് നശിച്ചു പോയേക്കാം, നാളെ ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നേക്കാം, ഇതൊക്കെ സംഭവിക്കാമല്ലോ.
മക്ക കുഫാറുകൾക്ക് കുത്തുകൊടുക്കുന്നതിന് വേണ്ടി, മക്ക കുഫാറുകളെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കഥ പറഞ്ഞു കൊടുത്തതാണ്. അവസാനം ഈ കഥ പറഞ്ഞു തീർന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയൊരു ഗുണപാഠം ഇതിലൂടെ പറയുന്നു. ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ. ഈ ലോകത്ത്, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, കൈകാര്യ അവകാശം, നേതൃത്വം, അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു ആർക്ക് പ്രതിഫലം നൽകുന്നോ അതാണ് ഏറ്റവും നല്ല പ്രതിഫലം. അള്ളാഹുവിന് ആർക്ക് നല്ല അന്ത്യം നൽകുന്നോ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് എന്താണോ അതാണ് നല്ലത്. അല്ലാതെ നീ അഹങ്കരിക്കുന്നത് നിനക്ക് നാളെ ഉപകാരപ്പെടൂല. നിന്റെ ഈ ഹുങ്കും അഹന്തയും നാളെ നിനക്ക് ഉപകാരപ്പെടൂല. നീ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നോ അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം. നീ സമ്പത്തിൽ അഹങ്കരിക്കുന്നോ അത് നഷ്ടപ്പെട്ടു പോയേക്കാം. നീ അധികാരത്തിൽ അഹങ്കരിക്കുന്നോ അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നിനക്ക് ആൾബലമുണ്ടെന്നുള്ള അഹങ്കാരമുണ്ടോ അതും നഷ്ടപ്പെട്ടു പോയേക്കാം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് എന്നെന്ന് നിലനിൽക്കുന്നത്. ഹുനാലികൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. ഫുൾ കൺട്രോൾ, മുഴുവൻ നിയന്ത്രണവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു തീരുമാനിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ഇത് ഈ ദുനിയാവിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്, അത് മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. സമ്പത്ത് ഇന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ നാളെ അടുത്ത ആളുടെ കയ്യിൽ, മറ്റന്നാൾ അടുത്ത ആളുടെ കയ്യിൽ. എല്ലാ ദിവസവും ഒരാളുടെ കയ്യിൽ തന്നെ അങ്ങ് ഇരിക്കത്തൊന്നുമില്ല. അധികാരം ഇന്നൊരാളുടെ കയ്യിലാണെങ്കിൽ അടുത്ത ദിവസം അത് മാറി വരും. സൗകര്യങ്ങൾ ഇന്നൊരാളുടെ കയ്യിലാണെങ്കിൽ അടുത്ത ദിവസം അത് മാറി വരും. എന്നും ഇങ്ങനെ അതിൽ തന്നെ കഴിയാമെന്ന് വിചാരിച്ചാൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ ഗുണപാഠം സിദ്ധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.